കഴിഞ്ഞ കുറേ കാലയളവുകളായി പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും കഴിഞ്ഞ കുറേ കാലയളവുകളായി കേരളത്തിൽ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ CPM ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ അധികാര ശ്രേണിയെയും അതിൻ്റെയൊക്കെ അപ്പുറത്ത് മാർക്സിസത്തെ തന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ പിണറായി സർക്കാർ ഉൾപ്പെടുന്ന ഭരണകൂടവും ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായ CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് മാർക്സിസം ലോകത്ത് പടർന്നു പന്തലിച്ചതെന്നും ആ മാർക്സിസം ഉണ്ടായ കാലഘട്ടത്തിൽ അത് എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നേരത്തെയുള്ള സംസാരങ്ങളിൽ കടന്നു വന്നതാണ്. മാർക്സിസം വിമോചനത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോഴും എന്ത് വിമോചനമാണ്, എന്ത് സ്വാതന്ത്ര്യമാണ് മാർക്സിസം ലോകത്തിന് നൽകിയിട്ടുള്ളത്, ലോക സമൂഹത്തിന് സംഭാവന നൽകിയിട്ടുള്ളത് എന്നതുകൂടി വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട്. 1917 ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ സംസ്ഥാപന കാലഘട്ടം, അതിലേക്ക് നയിക്കുന്നത് 10,000-കണക്കിനോളം വരുന്ന മനുഷ്യരുടെ വംശഹത്യയായിരുന്നു, കൂട്ടക്കൊലപാതകമായിരുന്നു എന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്കറ്റ് രാഷ്ട്രമായി രൂപം കൊള്ളുന്നത് വിപ്ലവത്തിലൂടെ ആയിരുന്നില്ല എന്നും, മറിച്ച് അതിൻ്റെ പിന്നിൽ അനേകം മനുഷ്യർ വംശഹത്യക്കും കൃത്യമായ ജനോസൈഡിനും വിധേയമാക്കപ്പെട്ട ഒരു ചരിത്രമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോകത്തുടനീളം മാർക്സിസത്തിന്റെ ചരിത്രം അത് തന്നെയാണ്. അതൊരിക്കലും പറയപ്പെടുന്ന, അവരവകാശവാദം ഉന്നയിക്കുന്ന ഒരു വിമോചനത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ വഴി ലോക ചരിത്രത്തിൽ, രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ രൂപപ്പെടുത്തുവാൻ പ്രത്യയശാസ്ത്രപരമായി തന്നെ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് തങ്ങൾക്ക് എതിർശബ്ദമായി നിൽക്കുന്ന, തങ്ങളുടെ മുന്നിൽ മറുചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഏതുതരം പ്രത്യയശാസ്ത്രങ്ങളെയും ഏതുതരം വ്യക്തികളെയും മനുഷ്യങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ ക്രൂരമായ വംശഹത്യകൾക്ക് വിധേയമാക്കിക്കൊണ്ട് മില്യൺ കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മുകളിലാണ് ലോകരാഷ്ട്രങ്ങളിലുടനീളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ അതിന്റെ രാഷ്ട്ര സംഹിതകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്ത് അതിന്റെ വിപ്ലവത്തെയോ അത് പറഞ്ഞു വെക്കുന്ന വിമോചനത്തെയോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിജയിക്കാൻ കമ്മ്യൂണിസത്തിന് ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, അത് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വർഗ സംഘടന തിയറി എന്ന് പറയുന്ന അതിന്റെ തിയറിയെ രൂപപ്പെടുത്തുവാനോ അതിനെ പ്രാക്ടിക്കലാക്കുവാനോ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത്. തികഞ്ഞ ജാതീയതയിൽ അധിഷ്ഠിതമായ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതീയതയെ, ഇന്ത്യയിൽ രൂഢമൂലമായിട്ടുള്ള ജാതിയെ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം വ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വംശീയതയെ പുൽകിക്കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകരാഷ്ട്രങ്ങളിലുടനീളം വ്യാപിച്ചത് അങ്ങനെ തന്നെയാണ്. അതിന് വർഗ സംഘടന തിയറി പര്യാപ്തമല്ല. ലോകത്ത് അതിന്റെ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും അതിന്റെ വേരുകൾ ആഴ്ത്താൻ അത് മുന്നോട്ട് വെക്കുന്ന വർഗ സംഘടന തിയറി പര്യാപ്തമല്ല എന്നതുകൊണ്ട് തന്നെ, എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളിൽ, ലോക സമൂഹങ്ങളിൽ, അവിടുത്തെ സംസ്കാരങ്ങളിൽ നിലനിൽക്കുന്ന വംശീയതയെ പുൽകിക്കൊണ്ടാണ് കമ്മ്യൂണിസം ലോകത്ത് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് സാധ്യമാക്കിയിട്ടുള്ളത് എന്നാണ്. മധ്യേഷ്യൻ സമൂഹങ്ങളിൽ കമ്മ്യൂണിസം വ്യാപിക്കുന്നത് അവിടെ നിലനിൽക്കുന്ന ഈ അനീതികളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ മുസ്ലിം മോബിനെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ഇതിലേക്ക് ചുരുക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിലൂടെയായിരുന്നു മധ്യേഷ്യയിൽ കമ്മ്യൂണിസം വിപ്ലവം പറഞ്ഞുകൊണ്ട് അതിന്റെ വേരുകൾ ആഴ്ത്തിയത്. ലോകത്തുടനീളം അതങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹിന്ദുത്വ സവർണ വംശീയതയുടെ അതിന്റെ വാഴ്ത്തുപാട്ടുകാരും പ്രചാരകരും അതിനെ ഏറ്റെടുക്കുന്നവരും അതിന്റെ നാവായിക്കൊണ്ടാണ് കമ്മ്യൂണിസം ഇന്ത്യയിലും പ്രചരിച്ചത് എന്നാണ്. അതിന്റെ ഏറ്റവും രൂക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു വശത്തിലൂടെയാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുള്ള ഇടതുപക്ഷ ഇൻസ്റ്റിറ്റ്യൂഷൻ അധികാരത്തിൽ നിലനിൽക്കുന്ന CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് സംഘടനകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു തുടക്ക കാലഘട്ടങ്ങൾ പെട്ടെന്നൊരു സമയത്ത് സംഭവിച്ച ഒന്നല്ല. ഇവിടെ അവരുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് സാധ്യമാക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. 1980-കളിൽ ശരീഅത്ത് സംവാദ കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ ഇസ്ലാമോഫോബിക് മുഖം കമ്മ്യൂണിസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ CPM പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. വർഗം, വർഗേതരം, മതം, മതേതരം എന്നുള്ള ബൈനറികൾ ഉണ്ടാക്കി. വർഗീയത, മതേതരത്വം, ഇസ്ലാം, മതേതരത്വം, ഇങ്ങനെ തുടങ്ങിയ രണ്ട് ദ്വന്ദ്വങ്ങൾ, രണ്ട് ഓപ്പോസിറ്റായി നിലനിൽക്കുന്ന രണ്ട് ബൈനറികളെ രൂപപ്പെടുത്തുന്നത് കേരളത്തിൽ CPM ആണെന്ന് കാണാൻ കഴിയും. അത് ശരീഅത്ത് വിവാദ കാലഘട്ടം മുതൽ ശക്തമായി അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വക്താക്കളായി അത് നിലകൊണ്ടു എന്നുള്ളതാണ്. അനുദിനം ഓരോ സമയങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും മുസ്ലിമിനെ ഒരു എക്സസ് ആക്കിക്കൊണ്ട്, മുസ്ലിമിനെ അപരനാക്കി നിർത്തിക്കൊണ്ട് മുസ്ലിംനെസ് തന്നെ, മുസ്ലിമിന്റെ സംഘാടനം, അവന്റെ രാഷ്ട്രീയ കർത്തൃത്വം, മുസ്ലിമിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം, സാമുദായിക സംഘാടനം, ഇതൊക്കെ തികച്ചും മതേതരത്വത്തിന് വിരുദ്ധമായ ഒന്നായും വർഗീയതയായും തീവ്രവാദപരമായും ചിത്രീകരിച്ചത് കേരളത്തിലെ CPM ആണെന്നുള്ളതാണ്. അതിന് കേരളത്തിലെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പുരോഗമന കലാസാഹിത്യ സംഘങ്ങൾ പോലെയുള്ള സാംസ്കാരിക സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും അവർ നിർമ്മിച്ചെടുത്ത പുസ്തകങ്ങൾക്കും സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. മലബാർ സമരത്തിന് ശേഷം ഒരു വലിയൊരു കാലഘട്ടത്തോളം പിറകിലേക്ക് പോകപ്പെട്ട രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാമൂഹികപരമായും മലബാർ പോരാട്ടത്തിന് ശേഷം, ബ്രിട്ടീഷ് വിരുദ്ധ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് ശേഷം സാമൂഹികമായി നിർബന്ധിതമായും പുറന്തള്ളപ്പെട്ടു പോയ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൊബിലൈസേഷൻ, അവർ അതിനെ സ്വയം പ്രതിരോധിച്ചുകൊണ്ട് അവരുടെ സാമൂഹികവും രാഷ്ട്രീയപരവും സാംസ്കാരികവും സാമ്പത്തികവുപരമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്വന്തമായ അധ്വാനത്തിലൂടെ മലബാറിലെ മുസ്ലിം സമൂഹം പ്രവാസ ജീവിതത്തിലൂടെയും അവരുടെ അധ്വാനങ്ങളിലൂടെയും നേടിയെടുത്തപ്പോൾ അത് ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന പുകാസ പോലെയുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും അവർ നിർമ്മിച്ചെടുത്ത ഡോക്യുമെന്ററികളിലൂടെയും സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പറഞ്ഞു വെച്ചത് അത് മതതീവ്രവാദ വർഗീയവാദ അപകടകരമായ പലതരം സംശയാസ്പദമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്ത മൊബിലൈസേഷൻ ആണെന്നുള്ളായിരുന്നു. ഇങ്ങനെ മുസ്ലിംനെസ്സിനെ മുൻനിർത്തിക്കൊണ്ട് സവിശേഷമായി മുസ്ലിം എന്നത് അപകടകരമാണെന്നും സംശയാസ്പദമായി വീക്ഷിക്കേണ്ടവരാണെന്നും അവരുടെ സാമുദായിക സംഘാടനവും അവരുടെ രാഷ്ട്രീയ സംഘാടനവും അവരുടെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളും അവരുടെ സേവന പ്രവർത്തനങ്ങൾ വരെ ഇതുപോലെ അപകടകരമായും സംശയകരമായും നിരീക്ഷിക്കേണ്ടതാണെന്ന് കേരളത്തോട് പറഞ്ഞു വെച്ചത്, അതിന് സാംസ്കാരികമായ വേരുകൾ കേരളത്തിൽ രൂപപ്പെടുത്തിയത് കേരളത്തിലെ CPM ആണെന്ന് കാണാൻ കഴിയും. CPM ഉൾക്കൊള്ളുന്ന അവരുടെ പ്രസ്ഥാനങ്ങളും അവരുടെ സാഹിത്യങ്ങളും അവരുടെ പുസ്തകങ്ങളും സിനിമകളും ഒക്കെയാണെന്ന് കാണാൻ കഴിയും. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ രാജ്യത്തുടനീളം, കേരളത്തിലും രാജ്യത്തിലും ഉടനീളം അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ മുന്നേറ്റങ്ങൾ ഉണ്ടായി. മണ്ഡൽ കമ്മീഷന് ശേഷം മണ്ഡലാനന്തര പ്രക്ഷോഭങ്ങളിലൂടെ കീഴാള ദളിത് മുന്നേറ്റങ്ങൾ ഉണ്ടായി. ഇങ്ങനെയുണ്ടായ മുന്നേറ്റങ്ങളെയും ഒക്കെ ഒരു ഘട്ടത്തിൽ സ്റ്റെക്കാക്കുന്നതിൽ ബാബരി മസ്ജിദ് ധ്വംസനത്തിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം മുസ്ലിം എന്ന് പറയുന്ന അപരനെ മുൻനിർത്തിക്കൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി, ഒരു അതിരിനെ രൂപപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ ഹിന്ദുത്വ ഫാസിസം വിജയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഹിന്ദുത്വ ഫാസിസം അതിന്റെ ഹിന്ദു പോപ്പുലേഷനിലൂടെ, ഹിന്ദു പോപ്പുലിസ്റ്റ് മുന്നേറ്റത്തിലൂടെ, ഭൂരിപക്ഷ ഹിന്ദുത്വവാദ മുന്നേറ്റങ്ങളിലൂടെ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, അങ്ങനെ ഒരു മുന്നേറ്റം ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം സാധ്യമാക്കിയപ്പോൾ അതിന്റെ വിളവെടുത്തവരിൽ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങളും സംഘപരിവാർ ഉൾക്കൊള്ളുന്ന ഹിന്ദുത്വ പരിവാറും മാത്രമായിരുന്നില്ല. ആ വിളത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിൽ കേരളത്തിലെ CPM-നും ഇടതുപക്ഷത്തിനും സാധ്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അപകടകരമായി ഇവിടുത്തെ മുസ്ലിമിന്റെ സംഘാടനത്തെയും വ്യക്തിജീവിതത്തെയും കണ്ടിരുകയും മനസ്സിലാക്കുകയും
വിശദീകരിക്കുകയും ചെയ്തിരുന്ന ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം മുസ്ലിം സംഘാടനങ്ങളെ, മുസ്ലിം സാമുദായികപരതയെ, മുസ്ലിമിനെ തന്നെ വംശീയമായി ചിത്രീകരിക്കുകയും അപകടകരമായും തീവ്രവാദപരമായും മതമൗലികപരമായും ചിത്രീകരിക്കുകയും വളരെ ക്രിയറായിട്ടുള്ള വർഗീയ മതേതരത്വം എന്ന് പറയുന്ന രണ്ടു തരം ചേരികളെ രൂപപ്പെടുത്തിക്കൊണ്ട് ആ മതേതരത്വ കള്ളികോളങ്ങളിൽ ഒരിക്കലും മുസ്ലിമിനെ സ്പർശിക്കാൻ കഴിയാത്ത വണ്ണം മുസ്ലിമിനെ വർഗീയ മതമൗലികവാദ ചേരികളിലേക്ക് പുറന്തള്ളപ്പെട്ടതിൽ അല്ലെങ്കിൽ അങ്ങനെ കുടുസാക്കിയതിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ CPM-ന്റെ മുദ്രാവാക്യം, ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ളതാണ്. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മതേതരത്വത്തിന്റെ കാവലാളുകൾ ഞങ്ങളാണെന്ന് സ്വയം അപ്പോസ്തലന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് മതനിരപേക്ഷ മുന്നണികളെയും ചേരികളെയും കൃത്യമായി ധ്രുവീകരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ഇലക്ഷനിലുടനീളം അവർ മുന്നോട്ട് പോയത്. ഒരു ഘട്ടത്തിൽ അവരുടെ തന്നെ ഭാഗമായി ഇന്ന് മുസ്ലിം ലീഗ് അവരിൽ നിന്ന് മാറി മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴേക്കും മുസ്ലിം ലീഗിന്റെ സംഘാടനം വർഗീയവും തീവ്രവാദവുമായി മാറുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടുന്ന UDF മുന്നണി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കാണുമ്പോൾ ആകെ വിവർണമായി കൊണ്ട് ഇത് തീവ്രവാദ പ്രവർത്തനമാണ്, ഇത് ഭീകരവാദമാണ്, ഈ തീവ്രവാദികളും ഭീകരവാദികളുമാണ് ഇവിടുത്തെ UDF-ന്റെ വോട്ട് ബാങ്ക് എന്ന് പ്രഖ്യാപിച്ചത് ഇവിടുത്തെ സംഘപരിവാറോ അല്ലെങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റോ ആയിരുന്നില്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അവരുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാരും അവിടുത്തെ നേതാക്കന്മാരുമാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരേ സ്വരമാണ് സംഘപരിവാറിനും കേരളത്തിലെ ഇടതുപക്ഷത്തിനും ഓരോ ഘട്ടങ്ങളിലും, ഇലക്ഷൻ ഉൾപ്പെടെയുള്ള ഓരോ ഘട്ടങ്ങളിലും മുസ്ലിമിനെ മുൻനിർത്തിക്കൊണ്ട് നിലനിൽക്കുന്നത്, എത്രമാത്രം വംശീയമായിട്ടുള്ള ബോധവുമാണ് എന്നുള്ളതാണ്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്നിടത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയിൽ സംഘപരിവാറും ഹിന്ദുത്വ പരിവാറും BJP-യും ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നാണിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ ആഭ്യന്തരം, ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൈകാളിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 12,000-ൽ താഴെ മാത്രം പ്രതിവർഷ കേസുകൾ ഉണ്ടായിരുന്ന, ഇന്ത്യയിൽ തന്നെ കേസുകളുടെ ലിസ്റ്റിൽ, കേസ് ഫയലുകളിൽ, ക്രിമിനൽ ലിസ്റ്റുകളുടെ കാര്യത്തിൽ, കേസ് ഫയലുകളുടെ കാര്യത്തിൽ, ക്രമസമാധാന പാലനത്തിന്റെ കാര്യത്തിൽ, സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ കാര്യത്തിൽ രാജ്യത്തു തന്നെ മാതൃകയായിരുന്ന മലപ്പുറം ജില്ലയെ ഇവിടുത്തെ SP സുജിത് ദാസിനെ നിയമിച്ചതിനു ശേഷം സംഘപരിവാറിന്റെ സ്ലീപ്പർ സെല്ലുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്ന, സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്ന, ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയന്റെ കീഴിൽ ഇവിടുത്തെ സുജിത് ദാസ് ഉൾപ്പെടെയുള്ള SP-മാർ മലപ്പുറത്തിന് ചാർജ് എടുത്തതിനു ശേഷം 12,000 കേസുകൾ ഉണ്ടായിരുന്ന കേസ് ഷീറ്റുകൾ ഒറ്റയടിക്ക് 40,000-ത്തിലധികം ഉയരുകയാണ്. ഉത്തരേന്ത്യയിലുടനീളം, ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ഉടനീളം മലപ്പുറം കുട്ടി പാകിസ്ഥാൻ എന്ന് പറയുന്ന നരേഷൻ നിലനിൽക്കുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന അനേകം ഫേക്ക് വീഡിയോകളും ഫേക്ക് ന്യൂസുകളും ഓൺലൈൻ പോർട്ടലുകളിലും വെബ് പോർട്ടലുകളിലും ഓൺലൈൻ ന്യൂസ് ചാനലുകളും കൂനിന്മേൽ കുരു പോലെ ഉത്തരേന്ത്യയിലുടനീളം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അതിനെ തെളിവാക്കുന്ന കേസ് ഫയലുകൾ രൂപപ്പെടുത്താൻ സഹായിച്ചുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തരം സംഘപരിവാറിന്റെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് സംഘപരിവാറിന് കേരളത്തിന്റെ ആഭ്യന്തരത്തെ ഒന്നടങ്കം തീരെഴുതി വെക്കുന്ന കാഴ്ചയാണ് പിണറായി വിജയൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാർ, താമിർ ജിഫ്രിയെ പോലെയുള്ള ചെറുപ്പക്കാർ ലോക്കപ്പിൽ വെച്ച് ക്രൂരമായിട്ടുള്ള നിർബന്ധിതമായ പീഡനങ്ങൾക്കും നിർബന്ധിതമായ തടവറകൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് നിർബന്ധിതമായ കൊലപാതകങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ CPM അധികാരം നടത്തി മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടങ്ങളിലും അവർ സ്ത്രീപക്ഷവാദം സംസാരിക്കുന്നു, അവർ ന്യൂനപക്ഷവാദം സംസാരിക്കുന്നു, അവർ ദളിത് പക്ഷവാദത്തിന്റെ അവകാശം ആവശ്യപ്പെടുമ്പോഴും ഇതിന്റെ എല്ലാം വിരുദ്ധമായ സംവരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള സംഗതികൾ കൊണ്ടുവന്ന് വാളയാറിലും പാലത്തായിലും അതിക്രൂരമായ അനീതികൾ നടമാടുമ്പോൾ ആ അനീതിക്ക് റാൻ മൂളിക്കൊണ്ട് കാവലിരുന്നു കൊണ്ട് കാൽഷീറ്റുകളും കേസ് ഫയലുകളും രൂപപ്പെടുത്തുന്ന ഒരു ആഭ്യന്തര ഘടനയെ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ പിണറായി സർക്കാരിന് സാധ്യമായി എന്നുള്ളതാണ്. ആ ഭരണകൂടമാണ് കേരളത്തിൽ ഉടനീളം ദളിത് വിരുദ്ധമായ
ആദിവാസി വിരുദ്ധമായ, ന്യൂനപക്ഷ വിരുദ്ധമായ, തികച്ചും മുസ്ലിം വിരുദ്ധവും മുസ്ലിം വിരുദ്ധ വംശീയതയിൽ മാത്രം വേരൂന്നിയതുമായിട്ടുള്ള അനേകം പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറഞ്ഞവർ, മലപ്പുറത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് താത്വികമായി വിശദീകരിച്ചവർ, മലപ്പുറത്തിൽ നിന്ന് ISIS-ലേക്ക് റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞവർ, മലപ്പുറത്തിൽ ഗെയിൽ സമരവും അതല്ലെങ്കിൽ ജനകീയ സമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ വർഗീയവാദികളായ മുസ്ലിങ്ങളാണെന്ന് സംസാരിക്കുന്നവർ, അതിന്റെ ഒക്കെ അപ്പുറത്ത് ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും സുപ്രധാനമായി ജനാധിപത്യ അവകാശത്തെ, വോട്ടവകാശത്തെ നിർണയിക്കുന്ന ഘട്ടങ്ങളിൽ അത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ സംഘടനകളുടെയോ കൊടി കണ്ടാൽ പോലും അത് മൗലികവാദവും വർഗീയവാദവും തീവ്രവാദവുമാണെന്ന് ചാപ്പ ആരോപിക്കുവാനും അത്തരം കള്ളികോളങ്ങളിൽ തികച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുമാണ് CPM മുന്നോട്ട് പോകുന്നത്. ആ CPM ആണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉടനീളം വർഗീയവാദികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗവും തിരഞ്ഞെടുപ്പ് രംഗവും കേരളത്തിന്റെ സാംസ്കാരിക രംഗവും ഒക്കെ കേരളത്തിൽ ഉടനീളം ഈ മുസ്ലിം ഭൂരിപക്ഷം ഉൾക്കൊള്ളുന്ന സംഘടനകൾ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അസംബന്ധം യാതൊരു തെളിവുകളുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആഭ്യന്തരത്തെ നേരിൽ നയിക്കാൻ നീതിയുക്തമായി മതേതരത്വത്തിന്റെ കാവലായി നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ആഭ്യന്തരം സംഘപരിവാറിന് തീരെഴുതി കൊടുത്തുകൊണ്ട് എല്ലാം കണ്ട് അവിടെ PC ജോർജ് തീവ്രവാദികൾ എന്ന് പറഞ്ഞാലും ഇപ്പുറത്ത് അതേ ശബ്ദത്തിൽ രണ്ട് അളിയന്മാർക്കും ഒരേ ശബ്ദം എന്ന് പറഞ്ഞതുപോലെ അതേ ശബ്ദത്തിൽ EP ജയരാജൻ ISIS-ലേക്ക് മുസ്ലിങ്ങൾ റിക്രൂട്ട്മെന്റുകൾ മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും ഇവിടെ കലാപം നടത്തുന്നത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാലും ഒരേ ശബ്ദത്തിൽ അവിടെ അപ്പുറത്ത് BJP-യുടെ വക്താവും സംഘപരിവാറിന്റെ വക്താവും ഇപ്പുറത്ത് CPM-ന്റെ വക്താവും ഇതുപോലെ മതനിരപേക്ഷതയെ തകർക്കുന്ന മതേതരത്വത്തെ തകർക്കുന്ന പ്രസ്താവനകൾ ഉടനീളം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ ഒക്കെ ഏറ്റവും പ്രത്യക്ഷമായ ഇരകളായി മുസ്ലിം കമ്മ്യൂണിറ്റികൾ ഈ രാജ്യത്തുടനീളം നിർബന്ധിതമായ വംശഹത്യകൾക്കും നിർബന്ധിതമായ തിരോധാനങ്ങൾക്കും നിർബന്ധിതമായ തടവറകൾക്കും നിർബന്ധിതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ കമ്മ്യൂണിറ്റിയെ തന്നെ വീണ്ടും സംശയാസ്പദപരമായും അപകടകരമായും ചിത്രീകരിക്കുന്ന പ്രസ്താവനകളിലൂടെ വീണ്ടും CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, വോട്ട് ബാങ്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നേരത്തെ എല്ലാവരും നേരത്തെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ട് ബാങ്കാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ വോട്ട് ബാങ്ക് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു മതധ്രുവീകരണം അല്ലെങ്കിൽ വംശീയ ധ്രുവീകരണം അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ മതേതരത്വ ചേരിയുടെ ധ്രുവീകരണം സാധ്യമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിലേക്കൊന്നും പോകേണ്ടതില്ല. അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ ഇതിന്റെ മുമ്പിൽ മുട്ടുകുത്തി മറുപടി പറയേണ്ടി വരും എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.